വിക്രം, വീട്ടുകാർ വന്നു പോയത് ആലോചിച്ചിരിക്കണം നീ. വേറെന്താ ഞാൻ ആലോചിക്കാരാവേട്ടാ? ഞാൻ ആദ്യം ജയിലിലേക്ക് വന്നത് ഒരു മോഷണം കുറ്റത്തില്ല. മോട്ടിച്ച് എന്താണെന്ന് അറിയാമോ? അമ്മയുടെ കേട്ടതാലി. നീ അമ്മരെ കണ്ട? അമ്മയുടെ കഴുത്തിൽ നിന്നല്ല. ഒരു ദിവസം അച്ഛനും അമ്മയും തമ്മില് അച്ഛന്റെ മദ്യപാനത്തെ ചൊല്ലി വലിയ വഴക്കായി. അമ്മയുടെ കഴുത്തിൽ നിന്ന് കാലിച്ചും വലിച്ച് പൊട്ടിച്ച് അച്ഛൻ നമ്മുടെ അടുത്ത വീട്ടിലെ പണയം പലിശയ്ക്ക് കൊടുക്കുന്ന മോഹനൻ ചേട്ടന്റെ കയ്യില് പണയം വെച്ചു. അമ്മ കരച്ചിലോട് കരച്ചില്. താലിമാല നഷ്ടപ്പെട്ടതിനേക്കാളും മോഹനേട്ടന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുന്നതായിരുന്നു അമ്മയുടെ വിഷമം. ആ വിഷമം കണ്ടപ്പോഴാണ് ഞാൻ ആദ്യം മോട്ടിക്കാൻ തീരുമാനിച്ചത്, എന്റെ അമ്മയുടെ താലിമാല. പക്ഷേ മോഷണം വിജയിച്ചില്ല. അന്ന് രാത്രി തന്നെ എന്നെ പിടിച്ചു. മോഹനേട്ടന്റെ ഭാര്യയുടെ താലിമാല മോട്ടിച്ചെന്നായിരുന്നു പരാതി. അത് എന്റെ അമ്മയുടേതായിരുന്നെന്ന് ഞാൻ വാശി പിടിച്ചു. അന്ന് പക്ഷെ എന്താ ഉണ്ടായെന്നറിയാവോ? പോലീസ് ചോദിച്ചപ്പോ താലിമാല മോഷണം പോയതല്ലാന്ന് അമ്മ മൊഴി കൊടുത്തു. അങ്ങനെ ഞാൻ കള്ളനായി. അച്ഛൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അമ്മ പിന്നീട് എന്നെ ജയിലിൽ കാണാൻ വന്നപ്പോ പറഞ്ഞു. കെട്ടുതാലി പണയം വെച്ചാണെന്ന് നാണക്കേടിന്ന് രക്ഷപ്പെടാനാണോ, അതോ പെട്ടെന്ന് പൈസ തിരിച്ചു കൊടുക്കണമെന്നും മോഹനേട്ടൻ പറയുമെന്ന് പേടിച്ചിട്ടാണോ അച്ഛൻ അങ്ങനെ പറയാൻ അമ്മയെ നിർബന്ധിച്ചെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചിട്ടുമില്ല. പക്ഷേ ആ സംഭവം മുതലേ ഒരു കള്ളനായി മാറി. പിന്നെ എത്രയോ കളവുകള്. പെങ്ങളെ കല്യാണം നടത്താൻ, അച്ഛൻ്റെ ഓപ്പറേഷന്, അമ്മയുടെ ചികിത്സയ്ക്ക്, ഇതിനെല്ലാത്തിനും വേണ്ടി ഞാൻ മോട്ടിച്ചു. മോഷണമല്ലാതെ വേറൊന്നും പഠിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. പക്ഷേ അതിനിടയ്ക്ക് പലതരത്തിലുള്ള മനുഷ്യരെ കണ്ടു, പലതരത്തിലുള്ള ജീവിതങ്ങൾ കണ്ടു. ആ അനുഭവം കൊണ്ട് പറയാ, ഞാൻ കണ്ട പല മനുഷ്യരെക്കാളും ഭാഗ്യവാനാടാ നീ. കാരണം നിനക്ക് കാത്തിരിക്കാനും നിന്നെ കാത്തിരിക്കാനും ആളുകളുണ്ട്. കാത്തിരിക്കാൻ ആരും ഇല്ലാത്തവനെ പോലെ ഗതികെട്ടവൻ ലോകത്താരുമില്ല. രാഘവേട്ടനെ കാത്തിരിക്കാനും ആളുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച അമ്മൂമ്മ വന്നിട്ട് പോയില്ലേ? നീ കണ്ടല്ലേ? ആ കണ്ടു. ഹോ, ഈ പ്രായത്തിൽ എന്ത് ചുറുചുറുക്കാ അമ്മൂമ്മയ്ക്ക്. അതെന്റെ അമ്മൂമ്മയാണെന്നാണോ നീ വിചാരിച്ചത്? പിന്നല്ലേ? അല്ല, അതൊരു കളവ് മുതല. അനിയത്തിയുടെ കല്യാണവും അച്ഛന്റെ മരണവും കഴിഞ്ഞിരിക്കുന്ന സമയമാ. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ, കയ്യിൽ പൈസയില്ല. നാട്ടിലിച്ചിരി പണിക്കൊക്കെ പോവാൻ നോക്കി. പക്ഷെ കട്ടുശീലിച്ചതിന് വേറെ തൊഴിൽ വഴങ്ങൂല. അങ്ങനെ ഒരു യൂറോപ്പുകാരന്റെ വീട്ടിൽ കക്കാൻ കയറി. അലമാര അടക്കം ഒരു സാധനം തുറക്കാൻ പറ്റിയില്ല. എന്തിന് കൊള്ളാന്നുള്ള ഒരു ഗ്ലാസ് പോലും കിട്ടിയില്ല. എല്ലാം ഓട്ടി ഭദ്രം. അങ്ങനെ മുറിക്കുള്ളിൽ കയറി പരിശോധിച്ച് നടക്കുമ്പം സ്നേഹത്തോടെ ഒരു വിളി, മൊങ്ങിയാന്ന്. തിരിഞ്ഞു നോക്കിയപ്പം ഒരമ്മൂമ്മ. കക്കാടാണെങ്കിൽ ഇവിടെ ഒന്നും കിട്ടൂല എന്നും പറഞ്ഞ് പിന്നെ അമ്മൂമ്മ പറഞ്ഞെന്താന്നറിയാവോ? മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ അങ്ങ് യൂറോപ്പില്ല, അവരൊന്നും ഇനി ഇങ്ങോട്ട് വരുമെന്ന് തോന്നണില്ല. അവര് ഗംഭീരന്മാരാണെന്ന് നാട്ടുകാരെ അറിയിക്കാനാ ഈ അമ്പലം പോലത്തെ വീട് കെട്ടി വെച്ചിരിക്കുന്നെ.
ഈ അമ്പലത്തിലെ ഒരേ ഒരു പ്രതിഷ്ഠ ഞാനാ. നിത്യപൂജയും ഒന്നുമില്ല. 2 ദിവസം കൂടുമ്പം അടിച്ചു തുടയ്ക്കാനും 2 ദിവസത്തേക്കുള്ള നിവേദ്യം ഉണ്ടാക്കി വെക്കാനും ഒരു പൂജാരി പെണ്ണ്. എനിക്ക് സ്വയം ഉണ്ടാക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. എന്റെ വീട്ടുകാരെ ദേവസ്വം കമ്മിറ്റിക്കാർക്ക് പ്രതിഷ്ഠ സ്വയം ഒന്നും ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ആ സംസാരം കേട്ടപ്പോ ഭയങ്കര രസം തോന്നി. ഞാൻ ചോദിച്ചു, അമ്മേ മഹാമായി, ഈ ഭക്തൻ എന്താണ് വേണ്ടതെന്ന്. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, എന്നെ ഈ മൂലസ്ഥാനത്തൊന്നൊന്ന് ഇളക്കി നിന്റെ വീട്ടിൽ കൊണ്ടൊന്ന് കുടിയിരുത്തുവന്നു. നിന്റെ അമ്മൂമ്മയായിട്ട് ഞാൻ അവിടെ ഇരുന്നോളാന്ന്. എന്നിട്ട് അപ്പൊ തന്നെ കട്ടു, വീട്ടിൽ കൊണ്ടുപോയി. പക്ഷേ ഭഗവതിയെ അല്ല കട്ടത്, CCTV തേച്ചു. മക്കൾ കേസ് കൊടുത്തു. അയ്യോ, അവര് നാട്ടില് വന്നൊന്നുമില്ല. ഇവിടെ ഒരു വക്കീലിനെ വെച്ച്. കേസ് അമ്മുമ്മയെ കൊണ്ടുപോകാനല്ലായിരുന്നു. പിന്നെ അമ്മുമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന 10 പവന്റെ മാല ഞാൻ മോട്ടിച്ചെന്നും പറഞ്ഞായിരുന്നു. അത് അങ്ങ് ഊരി പോലീസിന്റെ മുമ്പ് വലിച്ചെറിഞ്ഞിട്ട് അമ്മുമ്മ എന്റെ കൂടെ ഇറങ്ങിപ്പോന്നു. പിന്നെ എന്റെ അമ്മുമ്മ എന്റെ വീട്ടിൽ കൂടി. അപ്പോ അവരുടെ മക്കളൊന്നും ആരും അന്വേഷിച്ചില്ല. വയസ്സാം കാലത്ത് ഒരു കള്ളന്റെ കൂടെ ഇറങ്ങിപ്പോയി നാണം കെടുത്തിയ ആളല്ലേ. അങ്ങനെ മുണ്ടക്കൽ ഭാർഗവി അമ്മ എന്റെയും കൂടെ അമ്മുമ്മയായി. എന്റെ അമ്മയുടെ അവസാന കാലത്ത് അമ്മുമ്മയായിരുന്നു ഏക ആശ്രയം. അമ്മ മരിച്ചു. ഞാനും അമ്മുമ്മയും തനിച്ചായപ്പം ഞാൻ മോഷണം അവസാനിപ്പിച്ചു. ഒരു വണ്ടി കപ്പലണ്ടി വിറ്റാലും പോരാടെ നമുക്ക് ജീവിക്കേ എന്നൊരൊറ്റ ചോദ്യം. അതായിരുന്നു കാരണം. ഇവിടെ വന്നത് അത് കുറെ കാലത്തിന് ശേഷം അമ്മമ്മ അന്വേഷിച്ചവരുടെ പേരക്കുട്ടികൾ വന്നു. അവർക്ക് നാട്ടിലെ വീടും പറമ്പും വിൽക്കണം. അതിന് അമ്മമ്മയുടെ ഒരു ഒപ്പ് വേണം. അതായിരുന്നു ആവശ്യം. അമ്മുമ്മ കൊടുക്കില്ലെന്ന് വാശി. ഞാനാദ്യം ഒന്നിലും ഇടപെട്ടില്ല. പക്ഷേ സ്വത്തിന്റെ പേരും പറഞ്ഞ് അവൻ സ്വന്തം അമ്മുമ്മയെ തല്ലുന്ന കണ്ടപ്പോ സഹിച്ചില്ല. ഞാനവന്റെ കഴുത്തിന് പിടിച്ചു പുറത്തേക്കൊരു തള്ളു തള്ളി. തല വീണത് മുറ്റത്ത് പടിയില്ല. തല പൊളിഞ്ഞു, ചത്തു. മനപ്പൂർവ്വമുള്ള കൊല ആയിരുന്നില്ല. എന്നാലും കിട്ടി 7 വർഷം തടവ്. ആ വീട് അമ്മുമ്മ ഏതോ ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിന്റെ പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ട്. എന്റെ കേസിൽ അവർ അപ്പീലിന് പോകണം. അതേ അമ്മുമ്മക്ക് ഡിമാൻഡുള്ളൂ. ചിലപ്പോ നേരത്തെ ഇറങ്ങാൻ പറ്റുമായിരിക്കും. എന്നിട്ട് വേണം അമ്മുമ്മയോടൊപ്പം ഒരു ജീവിതം ആരംഭിക്കാൻ. പ്രതീക്ഷകളല്ലാതെ മനുഷ്യന്റെ മുമ്പിൽ എന്താ ഉള്ളത്? അതുകൊണ്ടാ പറഞ്ഞത്, പ്രതീക്ഷ കൈവിടരുത്. ഇപ്പോ വേദ നിന്നെ കാണാതെ മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തമായൊരു കാരണമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ശ്രീകാന്തയുള്ള ഗുണ്ടകളൊന്നും അല്ല. മറ്റെന്തോ കാരണമുണ്ട്. അതെന്താണെന്നൊരിക്കൽ അവള് തന്നെ നിന്നോട് പറയും. ഉറപ്പ്. കുറച്ചുകൂടെ കഴിക്കുമോളെ. ആഹാ, രാധിക ഉഷാറായല്ലോ. അതെ, മുമ്പൊക്കെ ഒന്ന് കണ്ണു തുറന്ന് 1-2 വാക്ക് മിണ്ടി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മയങ്ങിപ്പോവായിരുന്നു.
ഇന്ന് ആദ്യമായിട്ടാ ഇത്രയും നേരം ഉണർന്നിരിക്കുന്നത്. ഉം. എന്തിനിങ്ങനെ പേടിക്കുന്നേ? ഒന്നും പേടിക്കണ്ട, രാധിക ആരും ഒന്നും ചെയ്യില്ല. ഇന്ന് രാവിലെ ഞാനും ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. ഇന്നലെ എന്നോട് പേരൊക്കെ ചോദിച്ചതാ. ഇന്നിപ്പോ ആരൊക്കെയോ ആക്രമിക്കാൻ വരുന്നു എന്നൊക്കെയാ പറയുന്നേ. ആര് വരാനാ രാധികെ? ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ആരും വരില്ല കേട്ടോ. എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ? കത്തിയും പാളും ഒക്കെ ആയിട്ടാ വരുന്നത്. എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റില്ല. പറ്റാൻ നമ്മൾ സമ്മതിക്കില്ല. പോരെ? തരുണിനെ ഇന്നലെ കണ്ടില്ലല്ലോ. ഓ, ആ ബോംബേസിന്റെ പുറകെ ആവും അല്ലേ? അതെ, 2 ദിവസമായിട്ട് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത പോലെയുള്ള ഓട്ടത്തിലാ. പക്ഷെ എല്ലാ അരമണിക്കൂറും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇന്നെന്തായാലും വരും. വന്ന എന്നെ വന്ന് കാണാൻ പറയണേ. പറയാം. പേടിക്കണ്ട കേട്ടോ, ഒന്നും സംഭവിക്കില്ല. അരുണേ, സെയിം ഇഞ്ചക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. വേദ ഓക്കെ ആണല്ലോ അല്ലേ? എന്നാ ശരി. വേദ, റെക്കോർഡ്സിൽ പേര് ചേഞ്ച് ചെയ്യൽ അത്ര ഈസി അല്ല കേട്ടോ. അവസാനം ഇന്നലത്തെ പ്രശ്നം എനിക്ക് ഡോക്ടറോട് പറയേണ്ടി വന്നു. സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടെന്ന പേരില് സൂപ്രണ്ടിനോട് പറഞ്ഞിട്ടാ അത് നടന്നത്. ഇപ്പൊ റെക്കോർഡ്സിൽ വേദയില്ല, പകരം കൂട്ടുകാരിയുടെ പേരാ ശ്രേയ. അതുപോരെ? അതില് അവൾക്ക് എന്തേലും പ്രശ്നം? ഏയ്, ഒന്നും സംഭവിക്കില്ല. എന്നാലും ഇന്നലെ നമ്മൾ സംസാരിച്ച എല്ലാം ഡോക്ടറോട് പറയേണ്ടി വന്നോ? അത് പേടിക്കണ്ട, അതൊക്കെ രഹസ്യമായിരിക്കും. ഈ പൊസിഷനിലുള്ള ഒരാൾ അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാ. കുറച്ചു കഴിഞ്ഞാ ഒരു മയക്കം ഉണ്ടാവും. കാര്യാക്കണ്ട. അപ്പൊ ശരി. ആ ശരി, താങ്ക് യു. കിടന്നു. വിക്രം, സർ. എന്താ ഇവിടെ ഇരിക്കുന്നത്? അല്ല, പറമ്പിലായിരുന്നു പണി. ലഞ്ച് ബ്രേക്കിന്റെ സമയമല്ലേ, അതുകൊണ്ട് ഇവിടെ വന്നെങ്ങനെ ഇരുന്നേ ഉള്ളൂ. ഇരിക്കെ. വേണ്ട സർ. ആ, ഇരിക്കടോ. ഞങ്ങൾ ജയിൽ ജീവനക്കാരും പോലീസുകാരും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? സാധാരണ മനുഷ്യരിലുള്ള ക്രിമിനൽസിനെ കണ്ടെത്തി പിടികൂടാനും അവർക്ക് ശിക്ഷ നേടിക്കൊടുത്ത് സമൂഹത്തെ ക്രിമിനലുകളിൽ നിന്ന് രക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഞങ്ങൾ ശ്രമിക്കുന്നത് ക്രിമിനലുകളായി വരുന്ന ആളുകളിലെ മനുഷ്യരെ കണ്ടെത്താനാണ്. ഒരു തുറന്ന ലോകത്ത് നിന്ന് ക്രിമിനലുകളെ ഒഴിവാക്കി ക്രമസമാധാനം നിലനിർത്താൻ അവർ ശ്രമിക്കുമ്പോൾ ഈ അടഞ്ഞ ലോകത്തിനുള്ളിൽ മനുഷ്യരെ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. പല തരത്തിലുള്ള കുറ്റവാളികളെ കണ്ട് ശീലമുള്ളതുകൊണ്ട് പലരുടെയും ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾക്കറിയാം. വിക്രം തെറ്റുകാരനല്ലെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ ഈ യൂണിഫോം കൈമാറിയത്. ഈ കാലം ജീവിതത്തിൽ കിട്ടിയ ശിക്ഷാകാലമായി കാണരുത്, പകരം ഒരു ട്രെയിനിങ് സെഷനാണെന്ന് കരുത്. ജയിലിൽ വരുന്നവരിൽ അപരാധികളും നിരപരാധികളും ഉണ്ടാവും. കുറ്റം ചെയ്തവർക്ക് കുറച്ചുകൂടി പൊരുത്തപ്പെടാൻ പറ്റും. ഒരു തരത്തിൽ ഞാൻ തന്നെയാണല്ലോ ഈ ജീവിതത്തിന് കാരണമെന്ന് അവർക്ക് ഈസി ആയിട്ട് ഉൾക്കൊള്ളാൻ കഴിയും. അല്ലാത്തവർക്ക് അത് എളുപ്പമല്ല. വിക്രത്തിനും അതങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, ജസ്റ്റ് ഷിഫ്റ്റ് യുവർ ഫോക്കസ്. ജയിലിൽ കിടന്ന് ജീവിതത്തിൽ ഒരുപാട് നേട്ടം കൊയ്തവരും ഉണ്ട്. മുൻ പ്രധാനമന്ത്രി വധക്കേസിൽ 31 വർഷം ജയിലിൽ കിടന്നയാൾ ഇന്ന് വിചാരണ തടവുകാർക്ക് വേണ്ടി നിയമസഹായം ചെയ്യുന്ന വക്കീല. ജീവിതത്തിലെ ഏത് ഘട്ടവും ഒരു സാധ്യതയാണ് വിക്രം. അത് തിരിച്ചറിയുക എന്നതാണ് പ്രധാനം.
മോളെ അമ്മയൊന്ന് പോയിട്ട് വരാം കേട്ടോ. ഉം. വേദ, ഞാനൊന്ന് പുറത്തോട്ട് പോവാണേ. ആ ഒന്ന് നോക്കിയേക്കണേ. ആ. തരുൺ വന്നല്ല, ഇനിയിപ്പൊ പ്രശ്നമില്ല. അമ്മ ഇപ്പൊ വരാം. സോറി. എന്തിനാ? നിനക്ക് ഏറ്റവും വേണ്ട സമയത്ത് മുഴുവൻ സമയം അടുത്തിരിക്കാൻ പറ്റാതെ പോയതിന്. തരുണേട്ടാ, എനിക്ക് എന്താ പറ്റിയത്? എന്തു പറ്റാൻ? ചിലപ്പോ കുറെ പേരെന്നെ ആക്രമിക്കാൻ വരുന്നു തോന്നുന്നു. നമ്മുടെ കുഞ്ഞിനെ ആരൊക്കെയോ ചേർന്ന്. അങ്ങനെയൊന്നും പറയില്ല. നിനക്കും നമ്മുടെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കെ. ഏട്ടനിനി പോവോ? ഇല്ല, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നിന്നെയും കുഞ്ഞിനെയും കൊണ്ടേ പോവും. പോരെ? ചിലപ്പോ ഈ ഡെലിവറി കഴിയുമ്പോ കുഞ്ഞിനെ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നെങ്കിലോ? നീ എന്തൊക്കെയായി പറയുന്നത്? വേറെ എത്രയോ നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. നല്ലതൊന്നും എനിക്കിപ്പോ മനസ്സിൽ വരുന്നില്ല തരുണേട്ടാ. കണ്ണടച്ച ചോരയുടെ നിറം, ചോരയുടെ മണം. നീ എല്ലാം മനസ്സിൽ നിൽക്കളാ. ഒന്നും സംഭവിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിക്ക. ഞാനില്ലേ കൂടെ? നിനക്കെന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കും തോന്നുന്നുണ്ടോ? തരുണേട്ടാ, ഒന്നും സംഭവിക്കില്ല. ഈ പ്രസവത്തോടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മുടെ കുഞ്ഞിനെ എന്നെക്കാൾ നന്നായിട്ട് സ്നേഹിക്കണേ തരുണേട്ടാ. നീ ഇതെന്തൊക്കെയായി പറയുന്നേ? അതെ, നിനക്കൊന്നും സംഭവിക്കില്ല. മനുഷ്യ ശരീരങ്ങൾ കത്തുന്ന മണം അനുഭവിച്ച കുട്ടിക്കാലത്തൊരു രാത്രി ഞാൻ ഉണർന്നത്. ചുറ്റും തീയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആരൊക്കെ ചേർന്നെന്നെ ഭാര്യയെടുത്ത് ഓടി. മതത്തിന്റെ പേരിൽ മനുഷ്യർ നടത്തിയ കലാപത്തിനൊടുവിൽ എന്റെ വീട്ടില് ബാക്കിയായത് ഞാൻ മാത്രം. ആ വെക്കേഷൻ കാലത്ത് നാട്ടിൽ നിന്ന് എന്നെയും ചേട്ടനെയും അമ്മയും അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊഴികെ എല്ലാവരും അന്ന് ബന്ധില്ലാതായി. പിന്നീട് കുറെ കാലം ആ ഓർമ്മയിലായിരുന്നു ഞാൻ അനാഥാലയത്തിൽ ജീവിച്ചിരുന്നത്. അവിടെ സ്ഥിരമായിട്ട് വരുന്ന കൗൺസിലർമാരും ഡോക്ടേഴ്സും ചേർന്നെന്നെ എങ്ങനെയൊക്കെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. പിന്നീട് തരുണേട്ടന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നപ്പോ ഞാൻ ശരിക്കും മറ്റൊരാളായി. പക്ഷെ ഇപ്പൊ മറന്നു വെച്ചതെല്ലാം എനിക്ക് ഓർമ്മ വരുന്നു. മരിച്ചു പോയവരെല്ലാം എന്റെ ചുറ്റിനും വന്ന് നിൽക്കുന്നു. മനുഷ്യമാംസം കരിയുന്ന മണം. ചിലപ്പോ കിടക്കയ്ക്ക് ചുറ്റും തീയാണെന്ന് പോലും തോന്നുന്നു. തരുണേട്ടാ, ഞാൻ മരിച്ചുപോയ നമ്മുടെ കുഞ്ഞിന് സന്തോഷവും സമാധാനവും മാത്രമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വളർത്തണേ. ചോരയുടെ മണവും നിറവും നമ്മുടെ കുഞ്ഞറിയരുത്. എന്താ ഇത് മോളെ? ഇല്ല, ഈ ആശുപത്രി വിട്ടിറങ്ങുന്നോടെ നമ്മളിവിടെ വിട്ടു പോകും. മനുഷ്യരുടെ സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ താമസം മാറും. അവിടെ ആരും നമ്മളോട് ഒന്നിനും വരില്ല. ഉറപ്പ്. നോക്കുമ്പോളെ
ഒന്നുമില്ല